ഹലോ ഓൾ, വെൽക്കം ടു Ed-Gaadi. സോ ഇന്ന് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഇയേഴ്സിൽ നിങ്ങൾ BTech ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്ന ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ, സോ ഈ സബ്ജക്റ്റ് നിങ്ങൾ S1 അല്ലെങ്കിൽ S2 പഠിക്കുന്നത്. ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഒരു ലിറ്റിൽ എക്സ്റ്റൻഷൻ, അത്രയേ ഉള്ളൂ. ഒരു നെക്സ്റ്റ് ലെവലിലോട്ടുള്ള സബ്ജക്റ്റ്. നിങ്ങൾ ഫിസിക്സിൽ +2 ഫിസിക്സിൽ പഠിച്ചിരിക്കുന്ന പല സബ്ജക്റ്റിൽ നിന്നും ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ആണ് നിങ്ങൾ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് BTechൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ റിയൽ ലൈഫിൽ പലയിടത്തും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് എക്സ്പീരിയൻസ്ഡ് ആവുന്നെന്ന് മാത്രം. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ്സും ഒക്കെ പല സയൻറ്റിസ്റ്റും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് തിയറംസും ലോസും ആയിട്ട് +2 പഠിച്ചിട്ടുണ്ട്. അതേ ലോസ് തന്നെയാണ് ഇവിടെയും, ബട്ട് ഒരു നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ലെവലിലോട്ട് പോകുന്നു എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബേസിക്കലി എന്ത് മെറ്റീരിയലാണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സിനെ പറ്റി സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയും. ഇനി സോളിഡ് ഓബ്ജക്ട്സിനെ പറ്റിയുള്ള സ്റ്റഡി ആണെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയും. ഈ സോളിഡ്സിൻ്റെ സ്റ്റഡി തന്നെ 2 രീതിയിൽ സബ് ഡിവിഷൻ ചെയ്യാം: സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്റ്റേറ്റിലിരിക്കുന്ന ഓബ്ജക്റ്റിനെ പറ്റിയുള്ള സ്റ്റഡി. അപ്പോൾ ഡൈനാമിക്സോ? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓബ്ജക്ട്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഡൈനാമിക്സ്. ഈ ഡൈനാമിക്സ് തന്നെ വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട്: കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്, ഈ 2 ടേംസ് നമ്മൾ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ടോപ്പിക്കാണിത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്? ഓക്കെ, സോ ഇപ്പം തന്നെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് മൂവിങ് ഓബ്ജക്ട്സിനെ പറ്റിയാണ്. ആ മൂവിങ് ഓബ്ജക്ട്സിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പം ചിലതിൽ നമുക്ക് ഫോഴ്സിൻ്റെ കാര്യം കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും, ചിലതിൽ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ടി വരത്തില്ല. എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം ഒരു ബാസ്കറ്റ് ബോൾ ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ നമ്മളുടെ ഫോഴ്സ്, ആ ബോളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. മറിച്ച് ഒരു ഒബ്ജക്റ്റിന് നമ്മൾ പുള്ളി ചെയ്യുന്നു, അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി നമ്മളൊരു പുള്ളി വലിക്കുന്നു. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴെന്താ, നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അതിനവിടെ റെലവൻസ് ഉണ്ട്. ഇങ്ങനെ ഫോഴ്സിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിന് റെലവൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഈസ് നോൺ ആസ് കൈനറ്റിക്സ്. ഫോഴ്സിൻ്റെ വാല്യൂവിന് റെലവൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ബ്രാഞ്ച് ഈസ് നോൺ ആസ് കൈനമാറ്റിക്സ്. ഓക്കെ, അതർവൈസ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷോർട്ടായിട്ട് എഴുതാം: ഫോഴ്സ് ഡസൻ മാറ്റർ ഫോർ കൈനമാറ്റിക്സ്. ഓക്കെ, സോ ഡസൻ മാറ്ററിൽ ഞാൻ മാറ്റർ എന്ന് പറയുന്ന വേർഡ് തന്നെ യൂസ് ചെയ്തു, കാരണം മാറ്ററിൽ MATയും കൈനമാറ്റിക്സിലെ MATയും നിങ്ങൾ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചേക്കാൻ വേണ്ടി. സോ ഇപ്പം ക്ലിയർ ആണല്ലോ. കൈനറ്റിക്സും കൈനമാറ്റിക്സും, ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വേർ ദ ഫോഴ്സ് ഈസ് നോട്ട് കൺസിഡേർഡ് ഫോർ അനാലിസിസ് ഈസ് നോൺ ആസ് കൈനമാറ്റിക്സ്, ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വേർ ഫോഴ്സ് ഈസ് ടേക്കൺ ഫോർ അനാലിസിസ് ഈസ് നോൺ ആസ് കൈനറ്റിക്സ്. So these are the 2 branches, main branches of engineering mechanics. അപ്പം ഇവിടെ നിന്നൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, ഒരു ഷോർട്ട് ആൻസർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനുള്ള പോർഷനായി. ക്ലിയർ? സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ബേസിക് ടേംസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി ഓരോ ചാപ്റ്ററിലും അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഈ ടേംസ് തന്നെയാണ് മാറിയും തിരിഞ്ഞും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് വരുന്നത്. ആ ടേംസിൽ ഫസ്റ്റ് ടേം സ്പേസ്. സ്പേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം, വാക്യൂമായിട്ടുള്ള ഒരു ഏരിയ. പക്ഷെ ഇവിടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ റീജിയൻ വേർ ദ പ്രോസസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ എന്തൊക്കെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ടോ, എന്തൊക്കെ ലോഡ് ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ടോ അതിനെല്ലാം റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ റെപ്രസെൻ്റ് ചെയ്തെടുക്കുന്ന ഒരു ഏരിയ, ഒരു റീജിയൻ ആണ് നമ്മൾ സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ XY ആക്സിസിനെ റെഫറൻസ് ആയിട്ട് കോർഡിനേറ്റ്സ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതേ ഉള്ളൂ. ഏത് ഒബ്ജക്റ്റാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള സ്പേസിനെ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ സ്പേസ് എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ,
സോ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്പേസിനും അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രമേ നമ്മൾ സ്പേസ് എന്ന് എടുക്കേണ്ടിയുള്ളൂ. ദെൻ നെക്സ്റ്റ് ടേം ടൈം. ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് സെക്കൻഡ്സിൻ്റെ യൂണിറ്റിൽ നമ്മൾ എടുക്കുന്ന മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമുക്ക് എന്താ തരുന്നത്? ഒരു രണ്ട് പ്രോസസ്സുകൾ തമ്മിലുള്ള സക്സഷൻ തരും. ആദ്യം നടന്നു, രണ്ടാമത് ഏത് നടന്നു, എത്ര ഗ്യാപ്പിൽ നടന്നു എന്ന് പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് എന്ത് വഴി കിട്ടും? ടൈം എന്ന് പറയുന്ന ഒരു ടേം വഴി നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. യൂണിറ്റ് ഓഫ് കോഴ്സ് നമുക്കറിയാം സെക്കൻഡ്സ് ആണ്. ദെൻ തേർഡ് ടേം മാസ്. മാസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഒബ്ജക്റ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ എമൗണ്ട് ആണ്. യൂണിറ്റ് കിലോഗ്രാം. ഇതൊക്കെ നിങ്ങൾ പ്ലസ് 2 ലെവലും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ടേംസ് തന്നെയാണ്. സോ മാസ്, ഫസ്റ്റ് ടേം മാസ് സ്പേസ് ആയിരുന്നു, സെക്കൻഡ് ടൈം, ദെൻ തേർഡ് വൺ മാസ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് ആണ് നമ്മളിവിടെ പല ചാപ്റ്റേഴ്സിലും നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ടേം ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഏജന്റ് വിച്ച് കോസസ് എൻ ഓബ്ജക്റ്റ് ടു ബി ഇൻ റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ. ഒരു ഓബ്ജക്റ്റിനെ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒരു മൂവ്മെൻറ്റിലോട്ട് മാറ്റാനോ ഉള്ള ഒരു ഏജന്റ് എന്താണോ അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് നമ്മൾ യൂണിറ്റ് പല സിസ്റ്റം ഓഫ് യൂണിറ്റ് മെഷർമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ CGS സിസ്റ്റം, MKS സിസ്റ്റം, ദെൻ SI യൂണിറ്റ്സ്. ഈ ഓരോ യൂണിറ്റിലും ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ വ്യത്യാസമുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വരുന്ന പോർഷൻസിൽ കാണാൻ പറ്റും. സോ നമ്മൾ സ്പേസ് എന്താണെന്ന് നോക്കി, ടൈം നോക്കി, മാസ്, ഫോഴ്സ്. ദെൻ ദ ലാസ്റ്റ് ടേം ഈസ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ മീൻസ് നമ്മൾ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയിൽ കുറേ അനാലിസിസുകളാണ്. അതിൽ ഷേപ്പിന് റിലവൻ്റ് അല്ലാതെ, അതിൽ ചിലപ്പോൾ അതൊരു ക്യൂബിക് ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബോക്സ് ഷേപ്പിലായിരിക്കും. ഇങ്ങനെ പല ഷേപ്പിലുള്ള ഒബ്ജക്ട്സിനെ സ്റ്റഡി ചെയ്യുമ്പോഴും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു പോയിന്റിനെ മാത്രം നമ്മൾ അനലൈസ് ചെയ്താൽ മതി. അതിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ നമ്മൾ റിലവൻസ് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് എ പാർട്ടിക്കിൾ അണ്ടർ ദിസ് സിറ്റുവേഷൻ ഈസ് ടു ബി സ്റ്റഡി എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും ടേംസ് ആണ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ കണ്ടിന്യൂം എന്നൊക്കെ പറയുന്ന വീണ്ടും ടേംസ് ഉണ്ട്. ബട്ട് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ലെവലിൽ നമുക്ക് ആപ്ലിക്കേഷനിൽ ഇത്രയും ടേംസ് മതി. സോ സ്പേസ്, ടൈം, മാസ്, ഫോഴ്സ് ആൻഡ് പാർട്ടിക്കിൾ. ഓക്കെ, സോ ഇത്രയായിരുന്നു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്. നെക്സ്റ്റ് നമുക്ക് ഫണ്ടമെന്റൽ ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ലോസ്. നിങ്ങൾ പ്ലസ് 2ലും അറിഞ്ഞിരിക്കുന്നത് പോലെ ന്യൂട്ടൺസ് ലോസ്, ഒബ്വിയസ്ലി ആ ഒരു പ്രിൻസിപ്പിൾസ് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്കും ഓരോ ചാപ്റ്ററിലോട്ടും അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. സോ ആ ലോസ്, ന്യൂട്ടൺസ് ലോസ് ഏതൊക്കെയാണ്? ബേസിക്കലി 3 ലോസ് ആണ് ഇല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. സോ ന്യൂട്ടൺ ലോസിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാൻ നോക്കുക. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂട്ടൺസ് ലോസ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സെൻറ്റൻസിലോ വേർഡ്സിലോ വലിയൊരു ടെക്സ്റ്റിലോ വ്യത്യാസം വരുത്താതെ അതേ സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. സോ ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഒരു ഓബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷനെ പറ്റി മെൻഷൻ ചെയ്യുന്ന ഒരു ലോയാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഇതിൽ നിന്നും നമുക്കൊരു ടേം എടുക്കാം, ഫോഴ്സ്. ഓക്കെ, സോ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേം ഫസ്റ്റ് മെൻഷനിങ് വരുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിലാണ്. ദെൻ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എൻ ഓബ്ജെക്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ഇറ്റ്സ് ആക്ട്സ് ഇൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. സോ എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. സോ മാസ് ഇൻറ്റു വെലോസിറ്റി, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് നമ്മളിവിടെ പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് മീൻസ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ അതിനുണ്ടാകുന്ന വ്യത്യാസം. സോ ഫൈനൽ വെലോസിറ്റി v2, ഇനിഷ്യൽ വെലോസിറ്റി v1 എടുക്കുവാണെങ്കിൽ mv2 മൈനസ് mv1 ആയിരിക്കും ചേഞ്ച് ഇൻ മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് വരണമെങ്കിൽ റെസ്പെക്ട് ടു ടൈം ആണ് എടുക്കാൻ. സോ mv2 മൈനസ് mv1 ഡിവൈഡഡ് ബൈ t ആണ്
നമ്മളുടെ ഈ പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സോ ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. ആ ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ വഴി കിട്ടുന്നത്. ഓക്കെ, സോ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, സോ നമ്മൾ ആ ഫോർമുല എഴുതി mv2 മൈനസ് mv1 ഡിവൈഡഡ് ബൈ ടി. വെലോസിറ്റിയിലുള്ള റേറ്റിനെ നമ്മൾ ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് വെലോസിറ്റി നമ്മൾ എന്ത് പറയും? ആക്സിലറേഷൻസ് എന്ന് പറയും അല്ലേ? സോ m ഇൻറ്റു എ എന്ന രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. സോ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നാണ് ഡെറൈവ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ദെൻ ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, സോ അത് എന്ത് കൺസെപ്റ്റ് തന്നു? റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഏത് ഫോഴ്സിനും അതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ആ റിയാക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് ഓരോ ചാപ്റ്ററിലോട്ട് പോകുന്നത് നമുക്ക് ഇനി കാണാം. ഓക്കെ, സോ ഇത്രയായിരുന്നു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സും ഫണ്ടമെൻ്റൽ ലോസും. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സിൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് നോക്കിയത്. ടേംസ് എന്തൊക്കെയായിരുന്നു? സ്പേസ്, ടൈം, മാസ്, ഫോഴ്സ് ആൻഡ് പാർട്ടിക്കിൾ. ദെൻ ഫണ്ടമെൻ്റൽ ലോസിൽ ന്യൂട്ടൺസ് ലോ, അത് ബേസിക്കലി 3 ന്യൂട്ടൺസ് ലോസ് ഉണ്ട്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. നെക്സ്റ്റ് ഒരു ലോ കൂടെ ഉണ്ട്, ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ലോസിൽ നിന്നും ചെറിയൊരു ഡീവിയേഷനേ ഉള്ളൂ. എവറി ഓബ്ജെക്ട് ഈസ് അട്രാക്റ്റഡ് ടു അനദർ ഓബ്ജെക്ട്, so that force of attraction is indirectly proportional to the square of distance. ഇതിന് ബേസിൽ നമുക്കൊരു ഫോർമുല എഴുതാമല്ലോ. എഫ് ഇസിക്കൽ ടു ജി m1 m2 by r square, where m1 and m2 are the masses of the objects and r is the distance between them. So f ഇസിക്കൽ ടു ജി m1 m2 by r square എന്നുള്ളൊരു ഫോർമുല നമുക്ക് കിട്ടും. എവിടെ നിന്ന്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, സോ ഈ ഒരു ലോസ് ബേസിക് ലോസ് ആണ്. ദെൻ ഇതിന് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മെക്കാനിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് അഡീഷണൽ ലോസും കൂടി വരുന്നുണ്ട്. സോ എമംഗ് ദം ദ ഫസ്റ്റ് വൺ ഈസ് ട്രയാങ്കിൾ ലോ. ഓക്കെ, സോ ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ മെക്കാനിക്സിൽ എന്താ ഡീൽ ചെയ്യുന്നത്? ഫോഴ്സസിൻ്റെ സ്റ്റഡി അല്ലേ? ഒരു ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നു, എത്ര മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. കാരണം ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അത് നിങ്ങൾക്കറിയാം അല്ലേ? സ്കെയിലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഇനി അതല്ല, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വെക്റ്റർ ക്വാണ്ടിറ്റി. സോ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. അപ്പം നമുക്ക് എന്ത് വേണം? അതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഫോഴ്സുകളെ, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ, ഇഫ് ദർ ആർ 2 forces and we are representing these 2 forces to be acting at a single point, okay, 2 ഫോഴ്സുകൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സുകളെ നമ്മൾ ഓർഡറിൽ മാർക്ക് ചെയ്താൽ, അതായത് 2 ഫോഴ്സുകൾ, ലെറ്റ് ദാറ്റ് ഫോഴ്സസ് ബി പി ആൻഡ് ക്യൂ ആൻഡ് ലെറ്റ് ദാറ്റ് പോയിന്റ് ബി ഒ. ഓക്കെ, സോ ആ 2 ഫോഴ്സസും സെയിം പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കാൻ പറ്റിയാൽ the third side of the triangle taken in reverse order gives the resultant of these 2 forces. Okay, so ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡായിട്ട് 2 ഫോഴ്സ് മാർക്ക് ചെയ്ത് വരച്ചു. തേർഡ് സൈഡ്, the joining side of the triangle taken in reverse order, സെയിം ഓർഡറിലല്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ അതൊന്ന് ക്ലിയർ ആക്കുക. നമ്മളിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നമുക്കിപ്പം ഫോഴ്സുകൾ മാർക്ക് ചെയ്യുമ്പം എല്ലാ ഫോഴ്സുകളും ഒരേ ഡയറക്ഷനിൽ, ഒന്നിന് പുറകെ ഒന്ന് ഫോളോ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കാം നമുക്ക് വരച്ച് മാർക്ക് ചെയ്യാൻ പറ്റും. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ എടുക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സിനെ മാർക്ക് ചെയ്താൽ അതാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരു റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസിൻ്റെ എഫക്റ്റിന് നമുക്ക് ഒരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മളതിനെ റിസൾട്ടൻ്റ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. 2 ഫോഴ്സുകളെ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ദ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ വിൽ ഗീവ് ദ റിസൾട്ടൻ്റ് ഓഫ് ദീസ് 2 ഫോഴ്സസ്. സോ ദിസ് ഇസ് ട്രയാങ്കിൾ ലോ. ഇനി നെക്സ്റ്റ് ഒരു ലോ ഉണ്ട്, പാരലലോഗ്രാം ലോ. ട്രയാങ്കിൾ ലോയിൻ്റെ അതേ ഫോഴ്സുകളും പോയിന്റ് ഓഫ് ആക്ഷനും എല്ലാം സെയിം, ബട്ട് റിസൾട്ടൻ്റ് എടുക്കുന്ന രീതി ചെറിയൊരു വ്യത്യാസം എന്നേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ലോ പാരലലോഗ്രാം ലോ. സോ ഇവിടെ പറയുന്നത്, ഇഫ്
two forces are acting at a point and they are represented as two sides of a parallelogram. So പാരലോഗ്രാമിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ പാരലോഗ്രാം ഷേപ്പിൽ രണ്ട് സൈഡായിട്ട് രണ്ട് ഫോഴ്സസിനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫോഴ്സസിൻ്റെയും ഇടയ്ക്ക് നമുക്ക് ഒരു ഡയഗണൽ മാർക്ക് ചെയ്യാൻ പറ്റും. So that diagonal will give the resultant of these two forces. Okay? If the two forces acting at a point are represented as two sides of a parallelogram, then the diagonal of these two forces or the diagonal of the parallelogram gives the resultant of these two forces. Okay, P and Q എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡയഗണൽ നമ്മളതിനെ ആ രണ്ട് ഫോഴ്സസിനെ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡായിട്ട് മാർക്ക് ചെയ്തു. ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടൻ്റ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, സോ ഈ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ചെറിയ ഒരു തിയറം അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. സോ നമ്മൾ ട്രയാങ്കിൾ ലോ നോക്കി, പാരലോഗ്രാം നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കുറച്ച് ബേസിക് കൺസെപ്റ്റ്സും കുറച്ച് ട്രിഗണോമെട്രിക്കൽ വാല്യൂസുമാണ്. ഈ ട്രിഗണോമെട്രിക്കൽ വാല്യൂസ് നിങ്ങളുടെ 10th വരെയുള്ള അല്ലെങ്കിൽ 12th വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന കുറച്ച് വാല്യൂസ്. അതിൽ കുറച്ച് ടേംസ് നമുക്കിപ്പോഴും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടോ നമുക്കിപ്പോഴും മനസ്സിൽ കയറി കാണില്ല. നമുക്ക് പെട്ടെന്നൊരു ആപ്ലിക്കേഷനിൽ ഇപ്പം കോസ് തീറ്റ, സൈൻ 0, സൈൻ 90 എന്നൊക്കെ പറയുന്ന വാല്യൂസ് അത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റേഴ്സിലോട്ട് കയറാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് മുഴുവൻ ഉടനീളം എല്ലാ ചാപ്റ്റേഴ്സിലും അപ്ലൈ ചെയ്യേണ്ടി വരുന്ന കുറച്ച് ബേസിക് മാത്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊന്ന് നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ട്രയാങ്കിളിൻ്റെ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സൈൻ, കോസ്, ടാൻ. അതൊന്നും കൂടെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഞാനിവിടെ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നു. സൈഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ്സിൻ്റെ വാല്യൂസ് ഇപ്പം A, B എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഇവിടെ മാർക്ക് ചെയ്യുവാണ്. സോ ലെറ്റ് ദിസ് സൈഡ് ബൈ A, B, C. C എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്തും കൂടെ എഴുതാം, A കോസ് തീറ്റ എന്നും എഴുതാം. ഈ ഒരു ഹൈപ്പോട്ടനസിൻ്റെ വാല്യൂ A എന്ന് തന്നിരിക്കുവാണ്. ഈ ഒരു ക്ലോസിംഗ് സൈഡിന് ഈ ഒരു അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ആംഗിൾ വാല്യൂ തീറ്റ. സോ C ക്യാൻ അതർവൈസ് ബി റിട്ടൺ ആസ് A കോസ് തീറ്റ. ഡയമെൻഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ സപ്പോസ് ദാറ്റ് വാല്യൂ ബി 5, തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി തന്നിട്ടുണ്ടെന്ന് വയ്ക്കുക. സോ 5 കോസ് 30 ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു ലെങ്ത് കിട്ടും. സിമിലർലി ഈ ഒരു ഹൈറ്റ് വാല്യൂ എങ്ങനെ എടുക്കാം? ബിക്ക് നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. എയുടെ ടേംസിൽ A സൈൻ തീറ്റ എന്ന് എടുത്താലും എന്ത് കിട്ടും? ഈ B എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇത് നമുക്ക് ഫോഴ്സസിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഫോഴ്സസുകളുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്നും വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന പേരിൽ നമുക്ക് റിസോൾവ് ചെയ്തെടുക്കേണ്ടി വരും. റിസോൾവ് ചെയ്യുക മീൻസ് ഒരു ഫോഴ്സിനെ 2 കമ്പോണൻറ്റ്സ് ആക്കുക, സ്പ്ലിറ്റ് ചെയ്തെടുക്കുക നമ്മൾ റിസോൾവ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിനെ നമ്മൾ 2 റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരുന്ന കമ്പോണൻ്റ് നമ്മൾ ഹൊറിസോണ്ടൽ സൈഡിനെ A കോസ് തീറ്റ എന്നും വെർട്ടിക്കലിന് നമ്മൾ A സൈൻ തീറ്റ എന്നും എഴുതി. ഇതേപോലെ നമുക്ക് ഫോഴ്സസിലും അപ്ലൈ ചെയ്യണം. ഈ ഒരു കോസ് തീറ്റ സൈൻ തീറ്റ മിക്കവാറും എല്ലാ സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. നമ്മൾ കാറിൻ്റെ ബോണറ്റ് അല്ലെങ്കിൽ ഒരു ഡിക്കി പോർഷൻ, ആ പോർഷൻ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓക്കെ. സോ ഇങ്ങനെയുള്ളൊരു ഡിക്കി പോർഷൻ. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് വെച്ചോളൂ. ഈ സ്റ്റാൻഡ് ക്ലോസ് ചെയ്താൽ എന്ത് പറ്റും? ഈ ഡോറ് വന്ന് ക്ലോസ്ഡ് ആവും ഇല്ലേ? സോ ഈ ക്ലോസിങ് സൈഡിൽ കോസ് എന്നെടുത്താൽ മതി. ഇതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. ക്ലോസിങ് സൈഡിൽ കോസ്, അപ്പം മറ്റേ സൈഡിലപ്പം സൈൻ. അതായത് ഇവിടെ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ദിസ് ഫോഴ്സ് ബി F, included angle theta. So the horizontal component will become F cos theta. ഈ ഒരു സാധനം എടുത്ത് മാറ്റിയാൽ ഇത് വന്ന് ക്ലോസ് ആവും. ക്ലോസിങ് സൈഡിൽ കോസ്, ദെൻ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും? അപ്പം F സൈൻ തീറ്റ. ക്ലിയർ?
സോ ഇത് റൈറ്റ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. റൈറ്റ് ട്രയാങ്കിൾ കാരണം നമ്മൾ എപ്പോഴും ഒരു ഫോഴ്സസിന് ഒരു പോയിന്റിൽ നിന്നും ആക്ട് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പം അതിന് നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് മാറ്റി വരയ്ക്കേണ്ടി വരും. ആ കമ്പോണൻസ് ആയിട്ട് മാറ്റി വരയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ. ഇത് നമുക്ക് പല ചാപ്റ്റേഴ്സിലും നമുക്ക് ഫ്രിക്ഷനിലായാലും ദെൻ ഫോഴ്സസിൻ്റെ റെസൊല്യൂഷൻ കമ്പോണൻസ് എടുക്കുന്ന പോർഷനിലായാലും എല്ലാം ഇതിൻ്റെ തന്നെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഇത് ക്ലിയർ ആയി. സോ ഫോഴ്സസിന് നമ്മൾ എങ്ങനെ കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻ്റായിട്ട് കാണും. ഇനി ഇതല്ലാതെ ഇതൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസാണ്. ഇതല്ലാതെ ഇറഗുലർ ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, സോ ആംഗിൾ വാല്യൂസ് എ ബി സി എന്ന് മാർക്ക് ചെയ്യുവാണ്. എ എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനെ ഞാൻ സ്മോൾ ലെറ്റർ എ, ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ ബി, സി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ളത് സ്മോൾ ലെറ്റർ സി. ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സൈൻ റൂൾ ഉണ്ട്. സൈൻ റൂൾ. സൈൻ റൂൾ എന്താണ്? നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ ഡിവൈഡഡ് ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സൈൻ സി. സോ ഇവിടെ എന്താ നമ്മൾ എഴുതിയിരിക്കുന്നത്? സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. അതിന് നമ്മൾ റേഷ്യോ എടുത്തിരിക്കുകയാണ്. സോ എല്ലാ സൈഡിൻ്റെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിൻ്റെയും റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദിസ് റൂൾ ഈസ് നോൺ ആസ് സൈൻ റൂൾ. ഇതുപോലെ ഒരു റൂളും കൂടെയുണ്ട്, കൊസൈൻ റൂൾ. ഈ കൊസൈൻ റൂളിൽ 3 ഇൻക്ലൂഡഡ് ആംഗിൾസ് എ ബി സി, സൈഡ്സ് സ്മോൾ ലെറ്റർ എ ബി സി ഇങ്ങനെ തന്നിരിക്കുവാണെങ്കിൽ സി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഓക്കെ, സോ ഈ രണ്ട് ഇൻക്ലൂഡ് ആംഗിൾ തീറ്റയുടെ ടേം നമുക്കിവിടെ കോസ് സി എന്നിടാം. അത് കഴിക്കും കുറച്ചും കൂടെ ക്ലിയർ. സോ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഏതെങ്കിലും ഒരു സൈഡിൻ്റെ വാല്യൂ നമുക്ക് അൺനോൺ ആണ്. ഈ അൺനോൺ ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നോൺ ആയിട്ടുള്ള രണ്ട് സൈഡുകളുടെ സ്ക്വയേഴ്സിൻ്റെ സം മൈനസ് 2ab, അതായത് നോൺ വാല്യൂസ് ആണ് എയും ബിയും. ദെൻ ഇതിൻ്റെ രണ്ടിലിടയ്ക്കുള്ള ആംഗിൾ സി. സോ 2ab കോസ് സി. ഇതാണ് നമ്മൾ കൊസൈൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇറഗുലർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ കേസാണ്. ഇത് നമ്മൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസാണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ എടുക്കാനുള്ളത് ഇപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. സിമിലർലി ഇറഗുലർ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സൈൻ റൂളും കൊസൈൻ റൂളും അപ്ലൈ ചെയ്യാനും ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ജനറലി വാല്യൂസ് തരുന്നത് ആംഗിൾസിൻ്റെ വാല്യൂ 30, 45, 60, 90 എന്ന് പറയുന്ന കുറച്ച് വാല്യൂസാണ്. ഈ വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് √3, 1/√3, √3/2 ഇങ്ങനെയുള്ള കുറേ ടേംസ് ഒക്കെ ആയിരിക്കും പഠിച്ചിരിക്കുന്നത്. ഇത് ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഒരു ട്രിക്കും കൂടെ ഒന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ അങ്ങനെ ഒരു ട്രിക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് വഴി ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. 60, 90 വാല്യൂസ് എല്ലാം കുറച്ച് സ്പേസ് ഇട്ട് ഞാൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? 0ക്ക് നേരെ √0/2, ഇവിടെ √1/2, √2/2, √3/2 ആൻഡ് √4/2. ഓക്കെ, സോ എന്താ ചെയ്തേ? 0, 1, 2, 3, 4 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലെല്ലാം കോമൺ, 2 മാത്രം. എല്ലാത്തിനും ന്യൂമറേറ്ററിൽ എല്ലാത്തിനും റൂട്ടും ഉണ്ട്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. √1/2 1/2 എന്ന് തന്നെ എഴുതാം. കാരണം 1ൻ്റെ സ്ക്വയർ ആയാലും റൂട്ടായാലും 1 തന്നെയാണ്. ദെൻ √2/2 ഇതിനെന്ത് ചെയ്യാം? √2/2 ഞാൻ സ്പ്ലിറ്റ് എഴുതി √2 × √2. ഓക്കെ, സോ ക്യാൻസലായി 1/√2 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ദെൻ √3/2 അതിലിനി നമുക്കൊന്നും ചെയ്യാനില്ല. സോ √3/2. √4/2 എങ്ങനെ എഴുതാം? എന്താണ്? 2 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ 1 എന്ന്. അപ്പം ഈ കിട്ടിയ വാല്യൂസിനെ ഞാൻ ഒന്നും കൂടെ ലൈനിൽ തന്നെ എഴുതി 1, 1/2, 1/√2, √3/2 ആൻഡ് 1. സോ ഈ വാല്യൂസ് എല്ലാം സൈനിന് ആപ്ലിക്കബിൾ ആണ്. സൈൻ 0, 0, സൈൻ 30, 1/2, സൈൻ 45, 1/√2, സൈൻ 60, √3/2 ആൻഡ് സൈൻ 90, 1. ഓക്കെ, അപ്പം സൈനിൻ്റെ വാല്യൂസ് എല്ലാം ക്ലിയർ ആയി. ഇനി
കോസിൻ്റെ വാല്യൂസ് നോക്കണം. സോ കോസിൻ്റെ വാല്യൂസ് ഇതേ വാല്യൂസിനെ ഒന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ 0 എവിടെ എഴുതണം? 90യുടെ നേരെ താഴെ. 1/2 60യുടെ താഴെ. ദെൻ 1/√2 45ൻ്റെ താഴെ. 60യുടെ താഴെ നമ്മളപ്പം √3/2 ആ കിടക്കുന്ന വാല്യൂ ഇവിടെ വരും. ദെൻ 1 ഇവിടെ വരും. സോ സൈനിന് ഈ ഓർഡറിലും കൊസൈൻ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഓർഡറിലും. ക്ലിയർ? അപ്പം ഇതാണ് ഒരു മെത്തേഡ്. ഇനി അതല്ലാതെ രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 30 60 90. 30യുടെ നേരെ 1, 60യുടെ നേരെ √3, 90യുടെ നേരെ 2. സോ സൈൻ 30, സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ? കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. 30 എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? 1. ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വാല്യൂ ആണ് അല്ലേ? നമ്മളൊരു ട്രയാങ്കിൾ വരച്ചാലും ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വാല്യൂ. സോ ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2. സോ സൈൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറയുമ്പോൾ 1/2. സിമിലർലി സൈൻ 60 √3/2. കോസ് ആണെങ്കിൽ 30ക്ക് നെക്സ്റ്റ് കിടക്കുന്നത് നിയർ ബൈ ആയിട്ട് ആരാണോ കിടക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വാല്യൂ. സോ കോസ് 30 √3/2, കോസ് 60 1/2. സോ ഇങ്ങനെ ഒരു മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 45 ഡിഗ്രി ആംഗിളിനെ പറ്റി മെൻഷനിങ് ഇല്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ടേബിളും കൂടെ 45 45 90 1 1 √2. സോ ഇവിടെ യൂസ് ചെയ്ത അതേ കൺസെപ്റ്റ് ഇവിടെയും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 45 കോസ് 45 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ രണ്ട് മെത്തേഡ്. നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അത് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പം വാല്യൂസ് നമുക്ക് അങ്ങനെയും കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ആംഗിൾ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ്, രണ്ട് ട്രിപ്പുകൾ നമ്മളിപ്പം പഠിച്ചത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസിലോട്ട് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പല രീതിയിൽ വരും. ഓക്കെ, സോ നമ്മൾ 0 ഡിഗ്രി 30 ഡിഗ്രി 45 60 90 ഡിഗ്രീസ് വരുമ്പം എങ്ങനെ കോസും സൈനും വാല്യൂസ് എടുക്കണം നോക്കി. ഇനി ഇതിൽ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് സൈൻ കൺവെൻഷൻ. ഓക്കെ, സോ സൈൻ കൺവെൻഷന് നമ്മളെപ്പോഴും ക്വാഡ്രൻസ് ആയിട്ടാണ് വാല്യൂസ് മാർക്ക് ചെയ്യാറുള്ളത്. ഈ മാർക്ക് ചെയ്യുന്നതിൽ അപ്പ് പോസിറ്റീവ് റൈറ്റ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ നിങ്ങൾ മനസ്സിലെപ്പോഴും വെച്ചേക്കുക. ഓക്കെ, ഞാൻ എഴുതുവാണ്. അപ്പ് പോസിറ്റീവ് റൈറ്റ് പോസിറ്റീവ്. എപ്പോഴും അപ്പ് പോസിറ്റീവ് റൈറ്റ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ ഇപ്പം ഈ ഒരു ലൈനിൽ മുകളിലോട്ടുള്ള ഡയറക്ഷൻ, അപ്പോൾ ഇതെന്തായിരിക്കും? പോസിറ്റീവ്. റൈറ്റിലോട്ട് പോസിറ്റീവ്. ഇതപ്പം ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ ഈ ഒരു ആക്സിസിൽ മാർക്ക് ചെയ്യുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവ്. അതുപോലെ ഇത് ലെഫ്റ്റിലോട്ടുള്ള ഡയറക്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും? റൈറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് നെഗറ്റീവ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് വെച്ചാൽ നമുക്ക് ഫോഴ്സുകൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും. F1 F2 ദെൻ F3 F4 ഇങ്ങനെ 4 ഫോഴ്സുകൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പോലെ നമ്മളിപ്പം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ F1 ഫോഴ്സിൻ്റെ റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കണം. അതിൻ്റെ റിസോൾവ് ചെയ്ത് നമ്മളതിൻ്റെ കമ്പോണൻസ് കണ്ടുപിടിക്കണം. F1 ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ θ1 ആണെങ്കിൽ F1 കോസ് θ1, വെർട്ടിക്കൽ കമ്പോണൻറ്റ് F1 സൈൻ θ1. ഇതുപോലെ നമ്മൾ F2 F3 F4 ഈ എല്ലാ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പോണൻസ് കണ്ടുപിടിക്കണം ബേസ്ഡ് ഓൺ ദ ആംഗിൾ ഗിവൺ ഇല്ലേ? ഇങ്ങനെ കമ്പോണൻസ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന കമ്പോണൻറ്റ് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത് നോക്കണം. സോ അപ്പ് പോസിറ്റീവ് റൈറ്റ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ സൈൻ ഫിക്സ് ചെയ്യാൻ. ക്ലിയർ? സോ സൈൻ കൺവെൻഷൻസ് തെറ്റരുത്. നമ്മളിത് കുട്ടികൾക്ക് മിക്കവാറും എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് തെറ്റുന്ന ഒരു പോർഷൻ ഇതാണ്. എല്ലാം ചെയ്യാൻ അറിയാമായിരിക്കും, പക്ഷെ സൈൻ ഇടുന്നതിൽ മാറിയാൽ എല്ലാ വാല്യൂസും തെറ്റും. ഓക്കെ, സോ ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി നമുക്ക് ലോസ് നമ്മൾ നോക്കി, ന്യൂട്ടൺസ് ലോസ് നോക്കി, ട്രയാങ്കിൾ ലോ നോക്കി, പാരലോഗ്രാം ലോ നോക്കി. ഇതുപോലെ ചെറിയൊരു കൺസെപ്റ്റും കൂടെ ബാക്കി കിടപ്പുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്.
ഈ ഒരു ഫോഴ്സിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ട്രാൻസ്മിസിബിലിറ്റിയാണ്. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? സിമ്പിളായിട്ട് പറയാം, ട്രാൻസ്മിഷൻ എബിലിറ്റിയാണ് ട്രാൻസ്മിസിബിലിറ്റി. ട്രാൻസ്മിഷൻ എബിലിറ്റിയാണ് ട്രാൻസ്മിസിബിലിറ്റി. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് പോവുക. അപ്പം നമ്മളിവിടെ ഫോഴ്സസിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഷേപ്പുകളായിരിക്കും മിക്കവാറും ഓബ്ജക്റ്റ്, ബോഡി, റിജിഡ് ബോഡി എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഇറഗുലർ ഷേപ്പ് വരയ്ക്കുന്നത്. ഈ ഇറഗുലർ ഓബ്ജക്റ്റിൽ ഒരു പോയിന്റിലോട്ട് F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ നമ്മൾ മാറ്റി ഈ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഫോഴ്സ് F1ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തു. ലൈൻ ഓഫ് ആക്ഷൻ, ഫോഴ്സ് F1ൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ നമ്മൾ മാറ്റി ഈ ഫോഴ്സിനെ അപ്ലൈ ചെയ്താലും സെയിം എഫക്റ്റ് ആണ്. അത് ഇവിടെ ഇരുന്നാലും സെയിം, ഇവിടെ ഇരുന്നാലും സെയിം, ഇവിടെ ഇരുന്നാലും സെയിം. അങ്ങനെ ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ നമ്മൾ ഈ ഫോഴ്സിനെ മാറ്റി വെച്ചാലും എഫക്റ്റ് സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ഓക്കെ, ഈ ഇതുമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന വേറൊരു ലോ കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഓബ്ജക്റ്റിൽ കുറേ ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് എല്ലാ ഫോഴ്സുകളും കൂടെ ഒരു ഓബ്ജക്റ്റിൽ ആക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന എഫക്റ്റും ഇൻഡിവിജ്വൽ ഫോഴ്സസിൻ്റെ എഫക്റ്റും സെയിം ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഈ രണ്ട് തിയറികളും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ചോദിക്കുമ്പം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എഴുതും, തിരിച്ചും സംഭവിക്കാം. ഇത് അവോയ്ഡ് ചെയ്യുക. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്മിഷൻ എബിലിറ്റി, ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിൽ പോകാനുള്ള എബിലിറ്റി. അത് ഇവിടെ ഈ ലോ വഴി പറയുന്നത് ഒരു പോയിന്റിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ ആക്ട് ചെയ്താലും എഫക്റ്റ് സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താ പറഞ്ഞേ? ഒരു ഓബ്ജക്റ്റിൽ കുറേ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ലെറ്റ് ദോസ് ബി F1, F2, F3 എക്സെട്ര, ഈ എല്ലാ ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഓരോ ഫോഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ എഫക്റ്റിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, സോ ആ സെൻറ്റൻസുകളാണ് ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത്. സോ അപ്പം ഈ രണ്ട് കൺസെപ്റ്റുകളും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മെക്കാനിക്സിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ആദ്യം നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കി, സ്റ്റാറ്റിക്സും ഡൈനാമിക്സും എന്നുള്ള ക്ലാസിഫിക്കേഷൻ. അങ്ങനെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഉണ്ടായിരുന്നു. മെക്കാനിക്സ് ഓഫ് സോളിഡിൽ നമ്മൾ വീണ്ടും ഡിവിഷൻസ് എടുത്തു, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഡൈനാമിക്സിന് വീണ്ടും സബ് ഡിവിഷൻസ് ചെയ്തു, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്തായിരുന്നു? ഫോഴ്സ് ഡസ് ഇൻ മാറ്റർ. ഓക്കെ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം കൈനറ്റിക്സ് എന്താ? വെർ ഫോഴ്സ് ഈസ് കൺസിഡേർഡ്. ക്ലിയർ? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കവാറും കാണാറുണ്ട്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ടേംസ് നോക്കി. ആ ടേംസ് എന്തൊക്കെയായിരുന്നു? സ്പേസ്, ടൈം, മാസ്, ഫോഴ്സ് ആൻഡ് പാർട്ടിക്കിൾ. അപ്പം ഈ മെക്കാനിക്സിലുടനീളം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ഒരു ടേമിൽ നമ്മൾ ആ ഡെഫിനിഷൻസ് വഴി നോക്കിയത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ലോസ് നോക്കി, ന്യൂട്ടൺസ് ലോസ് ഉണ്ട്, ദെൻ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി, അത് നമ്മൾ ഗ്രാവിറ്റേഷൻ കൂടെ നോക്കിയിട്ടുണ്ട്. ദെൻ ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോ, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ സൈൻ, കോസ്, ടാൻ എന്ന് പറയുന്ന വാല്യൂസ് എങ്ങനെയൊക്കെ വേരിയേഷൻ വരാം, നമുക്കതെങ്ങനെ സിമ്പിളായിട്ട് ബൈ ഹാർട്ട് ചെയ്യാം എന്ന് നമ്മളത് കുറച്ച് ട്രിക്കുകൾ നോക്കി. 2 സെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊള്ളുക. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് സൈൻ കൺവെൻഷൻ. അവിടെയും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഒരൊറ്റ പോയിന്റാണ് അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്. ഈ ഇതൊരു നമ്മൾ മനസ്സിലെപ്പോഴും ഇങ്ങനെയുള്ള റെസൊല്യൂഷൻ എടുക്കാൻ നേരത്തേക്ക് ഈ ഒരു പോയിന്റ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കത് തെറ്റാറില്ല. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണെന്നേ ഉള്ളൂ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഈ ഒരു ചെറിയ പോയിന്റ്സിലേക്ക് അശ്രദ്ധ വരുത്താതെ മാക്സിമം നോക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ട്രാൻസ്മിസിബിലിറ്റിയും പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിയർ ആക്കിക്കൊള്ളുക. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ഓക്കെ, ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് നമ്മൾ അതിൻ്റെ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ പോയിന്റിൽ അല്ലെങ്കിൽ ഫോഴ്സിനെ മാറ്റുവാണെങ്കിൽ എഫക്റ്റിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് ഒരുപാട് ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫോഴ്സസിൻ്റെ എഫക്റ്റിൻ്റെ സം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു അഡീഷണൽ ലോസും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്ത നെക്സ്റ്റ് ടേം ആണ് ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലൈൻ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് പിയിലോട്ട് ലെറ്റ് ദ ഫോഴ്സ് ആക്ടിങ് ബി എഫ്. എഫ് എന്ന് പറയുന്ന ഫോഴ്സിന് നമ്മൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈനിനെ നമ്മൾ കുറച്ചങ്ങോട്ടോ അങ്ങോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വെച്ചാലും ഫോഴ്സിൻ്റെ എഫക്റ്റ് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉണ്ടായിരുന്ന ഫോഴ്സിനെ ഞാൻ തൽക്കാലം ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വരച്ചു. ഓക്കെ, സോ let this force be replaced to a new position but along the same line of action, then the effect will remain same. ഓക്കെ, നമുക്ക് ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് കമ്പണൻസ് ഒക്കെ എടുക്കുന്ന സമയം നമുക്ക് എങ്ങനെ വേണമോ മാറ്റി വരയ്ക്കാം, പ്രൊവൈഡഡ് ലൈൻ ഓഫ് ആക്ഷൻ മാറ്റാൻ പാടില്ല, അതായത് അതിൻ്റെ ഡയറക്ഷൻ മാറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ബേസിക് കുറച്ച് കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാനുള്ള രീതിയിൽ നമുക്കൊന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫോഴ്സസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും എല്ലാം ഡിസ്കസ് ചെയ്യാം.